ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രിപ്പ് പോയിട്ടോ. നമ്മൾ ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലുള്ള തൊള്ളായിരംകണ്ടിയിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്ര കാലമായിട്ട് തൊള്ളായിരംകണ്ടി വന്നിട്ട് ഇത്രയേറെ വർഷമായിട്ട് ഞാൻ ഇന്നേ വരെ അവിടെ പോയിട്ടില്ല. എനിക്ക് പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ സെൽഫായിട്ട് ചിന്തിക്കുമായിരുന്നു കേട്ടോ, എന്താണ് അവിടെ ഇതിന് മാത്രം കാണാനുള്ളത്. ജീപ്പിന് എനിക്ക് തോന്നുന്നു ഒരു 1200 രൂപ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് മുകളിൽ തൊള്ളായിരംകണ്ടിയിൽ എത്തി, അതായത് കള്ളാടി ടൗണിൽ നിന്ന് തൊള്ളായിരംകണ്ടി അത് നമ്മുടെ പ്രോപ്പർ സ്ഥലത്തിലേക്ക് എത്താൻ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്ത് ഇത്രയും പേയ്മെൻറ്റ് മേടിക്കണം, അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു ട്രിപ്പ് സ്കിപ്പ് ചെയ്യലാണ് പരിപാടി. അപ്പോൾ ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് എല്ലാവരും പോയപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഞാൻ പോകാത്ത അത്രയും വലിയ നഷ്ടമായിരുന്നു എന്ന് മനസ്സിലായത് എനിക്ക് ഇന്നലെ ഈ ട്രിപ്പ് പോയപ്പോഴാണ്. കാരണം പറയാനും വാക്കുകളില്ല, അത്രയും അടിപൊളിയാണ്. ശരിക്കും അതിൽ ഏറ്റവും പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീപ്പുകാർ 1200 രൂപ മേടിച്ചിട്ട് നമ്മളെ മുകളിൽ എത്തിക്കുന്നത് കേട്ടോ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് അത് വലിയൊരു എമൗണ്ട് ആണെന്നാണ്. പക്ഷേ ആ റോഡ് അതൊരു എന്താ പറയുക, ഓഫ് റോഡ് സെറ്റപ്പാണ് ഉള്ളത് കേട്ടോ. ആ റോഡും കുലുങ്ങി 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 അവിടെ എത്തിയ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് അത്രയൊന്നും മേടിച്ചാൽ പോരാന്ന് എനിക്ക് സെൽഫായിട്ട് തോന്നിപ്പോയി കേട്ടോ. കാരണം അത്രയും അടിപൊളിയാണ്, എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. കാരണം അത്രയും കിടുവാണ് കേട്ടോ ആ ഒരു സ്ഥലം. അതിന് നമ്മൾ അവിടെ എത്തി. അവിടെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഫസ്റ്റ് പോയില്ല, കാരണം അവിടെ കുറച്ച് ഒരു ഫാമിലീസൊക്കെ ഉണ്ടായത്. അപ്പോൾ അവർ ഇറങ്ങട്ടെ പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ട്രീ ഹൗസ് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് ഇതുള്ളത്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ ആരണമല ആ ഭാഗമൊക്കെ കാണാം. കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. പിന്നെ നമ്മൾ ഇന്നലെ പോയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ആ ഒരു ബ്രൈറ്റ്നസ്സും ക്ലാരിറ്റി കുറവും ഉള്ളത്. അങ്ങനെ അവിടെ നമ്മൾ കണ്ടു. അവിടെയൊക്കെ നല്ല രീതിയിൽ കണ്ടു, കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ആ ഒരു വ്യൂവും കാര്യങ്ങളും. അവിടേക്ക് അരളമലയിലേക്കും ജീപ്പ് പോകുന്നുണ്ട് കേട്ടോ രാവിലത്തെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. താഴെ എക്കോ പാർക്ക് പറഞ്ഞാൽ അവിടെയും ഒന്നുണ്ട്, പിന്നെ നമ്മുടെ മുകളിലും ഒന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മുകളിലത്തെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായത്. അവിടെ പോയി നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, എനിക്ക് പറയാൻ അറിയില്ല, അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിനേക്കാൾ കൂടുതൽ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരുപാട് അഡ്വെഞ്ചേഴ്സ് ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ വൈത്തിരി പാർക്കുള്ള പോലത്തെ അത്രയും വലിയ അഡ്വെഞ്ചേഴ്സ് ഒന്നും അല്ലെങ്കിൽ കൂടി നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പേടിയില്ലാണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പണ്ടൊക്കെ പോകോ ടി വിയിലൊക്കെ കാണുമ്പോൾ കുറേ ഇതൊക്കെ കാണുമ്പോൾ കയറണം എന്നൊക്കെ തോന്നില്ല, അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇതിനേക്കാൾ, ഈ ഗ്ലാസ് ബ്രിഡ്ജിനേക്കാൾ കൂടുതൽ എനിക്ക് എൻജോയ് ആയിട്ട് തോന്നിയത് കേട്ടോ. ഞങ്ങൾ ഊഞ്ഞാലയിലൊക്കെ കയറി. പിന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു കയറ് പോലത്തേൽ ഇങ്ങനെ നടന്നു പോയില്ല, അങ്ങനത്തേലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വലിയ ഊഞ്ഞാലയിൽ നമ്മൾ പൊന്തിച്ച് വിടുന്നത്, അതിൽ കയറിയിട്ടു. അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതങ്ങോട്ട് പോകുമ്പോൾ പേടിയൊന്നും ഇല്ല അവരുടെ ഞാൻ കയറിയത്. എനിക്ക് പേടിയല്ല ഉണ്ടായത്, പക്ഷെ നമുക്ക് ഉള്ളിൽ നിന്നൊരു കാളൽ വരൂലേ, അതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇതേപോലെ കുഞ്ഞ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയയും ഉണ്ട്, കുഞ്ഞ് പാർക്കുണ്ട് കുട്ടികൾക്ക്. അതായത് അധികം എന്താ പറയുക, ഡേഞ്ചറസ് അല്ലാത്ത സംഭവങ്ങൾ, അതാണ് ഉദ്ദേശിച്ചത്. കണ്ടില്ല, ഇങ്ങനെ പല വിധത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വയനാട്ടിലുള്ളവരായിട്ട് ഇതുവരെ പോവാത്തവർ, എന്നെപ്പോലെ പോവാത്ത ആൾക്കാരായിരുന്നെങ്കിൽ എന്തായാലും ഒരു വട്ടം പോയി നോക്കണം കേട്ടോ. കാരണം നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഫുൾ ഡേ ഇന്നലത്തെ ഞങ്ങൾ 4 മണിക്ക് പോയിട്ട് 7:30ക്കാണ് അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയത്. അതുവരെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് പോയേനെ. മഴയുണ്ട്, കുട്ടികളെ എടുത്തിട്ടാണല്ലോ പോയത്. ഇന്നലെ രാവിലെ ഒന്നും മഴ ഉണ്ടായില്ല, വൈകുന്നേരം ആയപ്പോഴാണ് മഴ വന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ ആയതുകൊണ്ട് വലിയ പെരുമഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ചാറ്റൽ മഴയാണ്. പിന്നെ പനി പിടിക്കാനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വേഗം ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണം താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം പോയിക്കോളി, വെക്കേഷനൊക്കെ കഴിയുന്നതിന് മുമ്പ് എത്രയും വേഗം പോയിക്കോളി കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.